എല്ലാവരും ഇന്ന് മറിക്കേ. ഞാൻ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗിലെ നഴ്സിംഗ് ഡോക്ടറാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ജസ്റ്റ് കോൾ ദ ആംബുലൻസ്. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഇനിയും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുവാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ പകച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഒരു CPR കൊടുക്കാനായിട്ട് റെഡിയാകുക. അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഡേ ടു ഡേയിൽ നമ്മൾ കാണുന്നുണ്ട്, എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ സിറ്റുവേഷനിൽ യാതൊരു കാരണവശാലും നമ്മൾ പാനിക്കാകാനായിട്ട് പാടില്ല. നമ്മുടെ സേഫ്റ്റി നോക്കണം, നമ്മൾ സേഫ് ആണോ നോക്കുക. അതിനുശേഷം നമ്മൾ അവരുടെ അടുത്ത് വന്നിട്ട് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഷോൾഡറിൽ ഒന്ന് ടാപ്പ് ചെയ്യുക, ഹലോ 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 എന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പൾസ് നോക്കുക. അതോടുകൂടി തന്നെ നമ്മൾ റെസ്പിറേഷൻ, ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇതെടുക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് ഹെൽപ്പ് വിളിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നവരോട് ജസ്റ്റ് ആംബുലൻസ് വിളിക്കാൻ പറയുക. അവർ ആംബുലൻസ് വിളിക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് സെൻറ്റർ ഓഫ് ദി ചെസ്റ്റിൽ നമ്മുടെ കൈ വെച്ച് നമ്മൾ അമർത്തുക. ഇങ്ങനെ അമർത്തുക 30 പ്രാവശ്യം നമ്മളിങ്ങനെ അമർത്തുക. ആ സമയത്ത് ആംബുലൻസ് വരും. ഇതേപോലെ തന്നെ നമ്മൾ അമർത്തിക്കൊണ്ട് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അങ്ങനെ എത്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഈ ലോക ഹൃദയ ദിനത്തിൽ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക, പരിപാലിക്കുക, അതുപോലെ തന്നെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുക. ഹൃദയാരോഗ്യത്തിന് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾക്ക് മുൻഗണന നൽകാം. എല്ലാവർക്കും ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ ഗിവിംഗിൻ്റെ ഹൃദയ ദിനാശംസകൾ.